ഗൈസ്, ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇത് നടന്നു വരുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചെയ്യാതിരിക്കും? ആ കണ്ണ് കാണാത്ത ആ കൊച്ചിനെ ഉപദ്രവിക്കുന്നുണ്ടോ ആ സ്ത്രീ? അവരൊരു അമ്മയാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി ഭരണഘടനകളിൽ എഴുതി ചേർക്കപ്പെട്ടൊരു അല്ലെങ്കിൽ ഒരു മൂലക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിക്കിൾ 25 ഓരോ പൗരനും പ്രദാനം ചെയ്യുന്നത് താൻ ജീവിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ്. എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് ഈ തെമ്മാടികൾ കാട്ടിക്കൂട്ടുന്നത് എന്താ? അല്ലയോ മോദി, താങ്കൾക്ക് അല്പമെങ്കിലും നാണമുണ്ട്? പള്ളിയിലെ ആരാധനക്രമങ്ങളിൽ പങ്കെടുക്കുകയും അതേസമയം ബൈബിൾ ചുംബിക്കുകയും ചെയ്തപ്പോഴല്ലേ അതേസമയം തന്നെയല്ലേ തന്റെ പാർട്ടി അനുഭാവികളെ ബജരംഗദളിന്റെ ആളുകൾ ഈ കണ്ട കലാപങ്ങളൊക്കെ ഈ നാട്ടിൽ അഴിച്ചുവിട്ടത്? ആടുകളുടെ വേഷം ധരിച്ചു വരുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റാത്തത് നിങ്ങളുടെ ആത്മീയ നേത്രങ്ങൾക്ക് അന്ധത ബാധിച്ചു. ഒരു സ്ഥലത്ത് മുട്ടിലിരുന്നു, ഒരു സ്ഥലത്ത് കിരീടം കൊടുക്കുന്നു, പാട്ട് പാടുന്നു, വാഴക്കൊല തൂക്കുന്നു, തേങ്ങാക്കൊല, കണ്ട അക്രമങ്ങളെല്ലാം കാണിക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും തെരഞ്ഞുപിടിച്ച് തല്ലുകയില്ലായിരുന്നു. ആകെയുള്ള ഒരു ആശ്വാസം കോടതിയിലായിരുന്നു. ഇപ്പോൾ അതും ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തിട്ടും മൗനം പാലിക്കുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തെ പിന്നെ എങ്ങനെ വിശ്വസിക്കും? പോലീസിനോ അധികാരവർഗ്ഗങ്ങൾക്കോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചോ? എല്ലാവർക്കും ഒരൊറ്റ ചിന്ത, അധികാരമോഹം. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലായിക്കോ, ക്രിസ്ത്യാനിറ്റിക്ക് ഇതൊരു പുതുമയല്ലടാ. ക്രിസ്ത്യാനിറ്റിക്ക് ഇതൊരു പുതുമയല്ല. സഭ ആദിമ നൂറ്റാണ്ട് മുതൽ ഇന്നോളം വരെ സഭ പീഡനത്തിലൂടെ തന്നെയാണ് കടന്നു വന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ചെറിയ ന്യൂനപക്ഷ സമുദായങ്ങളെ പേടിക്കുന്നത്, വിറയ്ക്കുന്നത്, ഭയക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്ത സഭ തളരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല ചെറ്റകളെ, സഭ തളരില്ല. കാരണം ഇതിന്റെ അടിത്തറ ആരാണെന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇത് ക്രിസ്തുവിന്റെ ശരീരത്താലും രക്തത്താലും വീണ്ടെടുക്കപ്പെട്ടതും പണിതുയർത്തി. അതുകൊണ്ട് സഭയെ തൊട്ട് കളിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കും. നിങ്ങൾ തൊടുന്നത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനെയും മരണത്തെ പോലും ദ്രവവൽക്കരിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനെയാണ്. ഈ കല്ലിൽ തൊടുന്നവൻ ധൂളിയാകും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.